Next problem, evaluate integral 0 to 1, integral 0 to 1 minus x root of x plus 1 into y minus 2x all square dy dx എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം നേരത്തെ പറഞ്ഞ പ്രോബ്ലവും തമ്മിൽ കുറച്ച് കണക്ഷൻ ഉണ്ട്. ഇവിടെയും സബ്സ്റ്റിറ്റ്യൂഷനാണ് ഉപയോഗിക്കേണ്ടത്. നമ്മളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് എടുക്കാൻ വേണ്ടി. ഇവിടെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. നമ്മളോട് നേരത്തെ പ്രോബ്ലത്തിൽ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. റീജിയൻ എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിളായിട്ട് നമുക്ക് തരിക ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ എക്സ് വൈ പ്ലെയിനിലെല്ലാം നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ലിമിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. എക്സിൻ്റെയും വൈൻ്റെയും ലിമിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് പറയാൻ പറ്റും? ഏതൊക്കെയാണ് ബൗണ്ടറി ആയിട്ട് വരുന്ന ഗ്രാഫ്സ്, അതായത് റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ്റെ ആ ബൗണ്ടറി വരുന്ന ലൈൻസിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ്ലി കിട്ടും. അത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ നമ്മളിതിലെടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷനാണ് വേണ്ടത്. സോ നമ്മളിവിടെ എടുക്കുന്നത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു യു എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാം. ആൻഡ് വൈ മൈനസ് 2x ഇസ് ഈക്വൽ ടു വി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് ഈ എക്സിനെയും വൈനെയും ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി ആക്കിയിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് യു മൈനസ് വി ഒന്ന് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ യു മൈനസ് വി ഇസ് ഈക്വൽ ടു യു എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ. വി എന്ന് മൈനസ് വി എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് വൈ മൈനസ് 2x എന്ന് നമുക്ക് വന്നു അല്ലേ? അപ്പോൾ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് എന്ത് വരും? എക്സ് പ്ലസ് വൈ മൈനസ് വൈ മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ 2x എന്ന് വരും അല്ലേ? അപ്പോൾ മൈനസ് വൈയും പ്ലസ് വൈ കൂടി നമുക്ക് എന്ത് ചെയ്ത് പോവും? ക്യാൻസൽ ചെയ്ത് പോവും. അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് വരും? എക്സ് പ്ലസ് 2x എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്ക് യു മൈനസ് വി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2x പറഞ്ഞാൽ എന്താ? 3x അല്ലേ? ഇപ്പോൾ വിച്ച് ഇംപ്ലൈസ് ദാ ഇതിൽ നിന്ന് എക്സ് പറഞ്ഞോടെ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ഈ 3 ഇങ്ങോട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ 1/3 ഇൻറ്റു യു മൈനസ് വി എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു യു മൈനസ് വി എന്ന് കിട്ടി. ഓക്കെ, ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്തിനെ കൂടി ചെയ്യണം? വൈനെ കൂടി ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വിയിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഇനി ചെയ്യാൻ പോണേ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? യു മൈനസ് എക്സ് എന്ന് എഴുതിക്കോടെ. എക്സ് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സ് മൈനസ് യു മൈനസ് വി ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത്. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കേ. ഇപ്പോൾ എന്താ വരിക? 3u മൈനസ് യു വരും. മൈനസ് ഇൻറ്റു മൈനസ് എന്ത് വരും? പ്ലസ് വി ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും? 3 വരും അല്ലേ? പിന്നെ 3u മൈനസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? വിച്ച് ഇസ് ഈക്വൽ ടു 2u പ്ലസ് വി ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്തു? എക്സിനെയും വൈനെയും ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി ആക്കിയിട്ട് നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മളിവിടെ എഴുതിയത്. ഇനി നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്തുകൂടിയും കണ്ടുപിടിക്കണം? ജാക്കോബിയൻ കണ്ടുപിടിക്കണം. അപ്പോൾ ജാക്കോബിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെഫിനിഷൻ എഴുതി, കാര്യങ്ങൾ എഴുതി. ഇനി ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ യു, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് യുവിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? 1/3. നെക്സ്റ്റ് നമ്മൾ വിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? വി ഇസ് എ ടേം ഓഫ് വി എലോൺ ആണ്. കാരണം നമ്മൾ എന്തിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണേ? വിത്ത് റെസ്പെക്ട് ടു യുവിലാണ് നമ്മളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ യു ഈക്വൽ ടു 1/3 കിട്ടും. അങ്ങനെ നമ്മൾ ഓരോ ടേംസും റിമൈനിങ് ആയിട്ട് കണ്ടുപിടിക്കുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജാക്കോബിയൻ ഇസ് ഈക്വൽ ടു 1/3 എന്ന് കിട്ടും. ഓക്കെ, ജാക്കോബിയൻ 1/3 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് പറയണം? റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇവിടുന്ന് നോക്കാം. ആദ്യം ഇത്രയും ടേംസ് ഉള്ളിലാണ്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ്, എക്സ് എവിടെ മുതൽ എവിടം വരെ വേരി ചെയ്യുന്നത്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടാണ് വേരി ചെയ്യുന്നത്. വൈൻ്റെ ലിമിറ്റ് എവിടുന്ന് മുതൽ എവിടം വരെ വേരി ചെയ്യുന്നത്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ പറയാം. ഓക്കെ, അപ്പോൾ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നതും അതേമാതിരി തന്നെ നമുക്ക് എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? എത്ര ഇക്വേഷൻസ് കിട്ടും നമുക്ക്? അതായത് ഇതിൽ നിന്ന് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്, എക്സ് ഇസ് ഈക്വൽ ടു പിന്നെ y ഇസ് ഈക്വൽ ടു 0യും അതുമാതിരി തന്നെ
വൈ ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. പിന്നെ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 1 ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഫിഗർ വരഞ്ഞ് നോക്കാം. ഈ ഒരു 4 ഗ്രാഫും വെച്ചിട്ട് നമ്മൾ ഫിഗർ വരഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയണേ അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈന് നമ്മൾ വരച്ചു. ഈ ഒരു ലൈനാണ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇനി നമുക്ക് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈന് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനിലൂടെ വരച്ചു. ഞാനിവിടെ 1 എന്ന് ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു ലൈന് നമ്മൾ ഇങ്ങനെയും വരച്ചു. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് വൈ ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ്. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ നമ്മൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 ഗ്രാഫ് വരയ്ക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് എക്സും വൈയും എടുത്തു. എക്സും വൈ എടുക്കുമ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 1, വൈക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് എക്സിന് 1. സോ നമുക്ക് ആ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് വരും. ഇപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് കിട്ടി. അപ്പോൾ നമുക്ക് ഈ 3 ലൈൻസ് കൂടി ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന, അതായത് റീജിയൺ ആണ് നമ്മുടെ റീജിയൺ ഓഫ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ബൗണ്ട് ചെയ്തിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഏതായിരുന്നു? ഈ ഒരു റീജിയൺ ആണ് നമുക്ക് ബൗണ്ടഡ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനിനെ പ്രത്യേകിച്ച് ആവശ്യമില്ല. ഈ ഒരു ട്രയാങ്കുലർ റീജിയൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ബൗണ്ടറീസ് ഏതൊക്കെയാണ് വരുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈന്, വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈന്, ആൻഡ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈന്. ഇത്രയും മാത്രമാണ് നമ്മുടെ എന്ത് പറയുന്നുള്ളൂ? റീജിയൺ ഓഫ് ഇൻറ്റഗ്രേഷനിൽ പറയുന്ന പോർഷൻസ് നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആ 3 ലൈൻസ് മാത്രം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ എന്ത് തന്നെ ഓൾറെഡി ഇവിടെ ഡയറക്റ്റ്ലി അവർക്ക് അത് അറിയുന്നത് കൊണ്ടാണ് ഡയറക്റ്റ്ലി അവരിവിടെ എഴുതി വെച്ചിരിക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0, വൈ ഇസ് ഈക്വൽ ടു 0, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്തായിരുന്നു ഈ ഒരു പ്രോബ്ലത്തിൽ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ എക്സിനെ ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വിയിൽ നമ്മൾ എഴുതി വെച്ചിരുന്നില്ലേ. എക്സ് നമുക്ക് എന്ത് കിട്ടിയായിരുന്നു? യു മൈനസ് വി ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് എന്ത് പറയാം? യു മൈനസ് വി ഇസ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് എന്ത് കിട്ടും? യു ഇസ് ഈക്വൽ ടു വി എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഒരു ഫസ്റ്റത്തെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മളെടുത്തു. അപ്പോൾ നമുക്കിവിടെ വൈ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? വൈ ഇസ് ഈക്വൽ ടു 2u പ്ലസ് വി ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2u പ്ലസ് വി ഈസ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് എന്ത് കിട്ടും? വി ഈസ് ഈക്വൽ ടു മൈനസ് 2u എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. നമുക്ക് യു ഇസ് ഈക്വൽ ടു വിയും വി ഇസ് ഈക്വൽ ടു മൈനസ് 2u എന്ന് പറയുന്ന ഇക്വേഷനും കിട്ടി. ഇനി ഇതേമാതിരി നമ്മൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 എക്സിന് യു മൈനസ് വി ഡിവൈഡഡ് ബൈ 3 പ്ലസ് 2u പ്ലസ് വി ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു യു മൈനസ് വി പ്ലസ് 2u പ്ലസ് വി വോൾ ഡിവൈഡഡ് ബൈ 3. ഇപ്പോൾ ഈ മൈനസ് വിയും പ്ലസ് വിയും മൈനസ് വിയുടെയും ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് എന്ത് വരും? 3u ഡിവൈഡഡ് ബൈ യു ഇസ് ഈക്വൽ ടു 3u ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടും. 3യും 3യുടെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യു ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 ഇക്വേഷൻസ് കിട്ടി അല്ലേ. ഏതൊക്കെ ഇക്വേഷൻ കിട്ടിയത് നമുക്ക്? അതായത് വി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതും വി ഇസ് ഈക്വൽ ടു മൈനസ് 2u എന്ന് പറയുന്നതും യു ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന 3 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? അതായത് യു വി കോർഡിനേറ്റിൽ നമ്മൾ ഗ്രാഫ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുക അല്ലേ. അതായത് നമ്മളൊന്നുമില്ല, എക്സ് വൈ ആക്സിസ് വരച്ച മാതിരി നമ്മൾ എന്ത് പറയുക? യു വി ആക്സിസ് വരയ്ക്കാം. യു വി ആക്സിസ് വരയ്ക്കുമ്പോൾ ഈ ആക്സിസ് ഇത് യു എന്ന് പറയുന്നതും ഇത് വി എന്ന് പറയുന്നതും. അപ്പം നമുക്ക് യുവിനെ നമ്മളിവിടെ ഇവിടെയാണ് 1 എടുത്തെങ്കിൽ യു ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത് എങ്ങനെ വരും? നമുക്ക് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വരും അല്ലേ. ഇനി വി ഇസ് ഈക്വൽ ടു യു എന്ന് പറയുന്ന ഗ്രാഫ് വരുമ്പോൾ നമുക്കത് എങ്ങനെയാണ് വരിക? ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ക്യാച്ച് ചെയ്യും. അപ്പോൾ ഇത് പിന്നെ നമുക്ക് അടുത്തത് എന്താണ്? വി ഇസ് ഈക്വൽ ടു മൈനസ് 2u എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്രാഫ് നേരത്തെ നമ്മൾ എക്സ് വൈ അതായത് യു വി എടുക്കുക, എന്നിട്ട് യുക്ക് വാല്യൂ കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ എന്താണെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കാം. അങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും നിങ്ങളുടെ ഗ്രാഫ് എന്ന് പറഞ്ഞത് വരിക. അപ്പോൾ ഇത്രയും പോർഷൻ, ഈ ഒരു ഷെയ്ഡഡ് ചെയ്തിരിക്കുന്ന പോർഷൻസാണ് നമുക്ക് എന്ത് കിട്ടുന്നത്?
യു വിയിലുള്ള നമ്മുടെ റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതായത് യു എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കണം അല്ലേ. അതേമാതിരി തന്നെ വി എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യുന്നു എന്ന് നോക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ലൈന്, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? യു ഈക്വൽ ടു 0 ആണ്. ഇത് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? യു ഈക്വൽ ടു 1 ആണ് അല്ലേ. അപ്പോൾ യു എന്ന് പറയുന്ന ലിമിറ്റ് നമുക്ക് എവിടം മുതൽ എവിടം വരെയാണ് വേരി ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. യു എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയും. അപ്പോൾ യുവിൻ്റെ ലിമിറ്റ് നമുക്ക് കിട്ടി അല്ലേ. ഇനി നമുക്ക് വിൻ്റെ ലിമിറ്റ് കൂടിയാണ് പറയേണ്ടത്. ഇപ്പോൾ വി എന്ന് പറയുന്നത് എവിടെ നിന്ന് മുതൽ എവിടം വരെയാണ് നമ്മൾ വി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് വി എന്ന് പറയുന്നത് -2u മുതൽ അതുമാതിരി തന്നെ എവിടം വരെ മൂവ് ചെയ്യുന്നുണ്ട്? യു വരെ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒന്നുമില്ല, നമ്മൾ വിൻ്റെ ലിമിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ലൈൻ, ഇതിന് ഓർമ്മ ഉണ്ടോ? പണ്ട് നമ്മൾ പഠിച്ചിരുന്ന ഒരു ലൈൻ ഡ്രോ ചെയ്യും. അപ്പോൾ ആ ലൈൻ എന്ന് പറയുന്നത് ഈ റീജിയൻ ഹൊറിസോണ്ടൽ ലൈനാണ് നമ്മൾ വരയ്ക്കുക. ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മുടെ റീജിയൻ, അതായത് ആദ്യത്തെ റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ എവിടെ കട്ട് ചെയ്യുന്നു? അതായത് -2u എന്ന് പറയുന്ന ആ ലൈനിനെയാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ എവിടെ കട്ട് ചെയ്തിട്ടാണ് ലീവ് ചെയ്ത് പോകുന്നത്? യു എന്ന് പറയുന്ന ലൈനിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ്റെ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് -2u ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് യു എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് രണ്ടിൻ്റെയും ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഇവിടെ ഗ്രാഫ്, അപ്പോൾ അതായിരുന്നു ഞാൻ അതായത് യു വി പ്ലെയിനിലുള്ള റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് -2u വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ഗ്രാഫ്സ് ആണ് ഞാൻ അവിടെ നേരത്തെ നിങ്ങൾക്ക് എങ്ങനെ ഗ്രാഫ് വരയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ക്ലിയർ പിക്കായിട്ടാണ് നിങ്ങളുടെ ഗ്രാഫ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കി അനലൈസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മനസ്സിലായി, യു എന്ന് പറയുന്നത് 0 മുതൽ 1 ഇവിടെ വേരി ചെയ്യണം. നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയുമ്പോൾ റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷനിൽ കട്ട് ചെയ്യുന്നത് ഏത് ഗ്രാഫിനെയാണ്? -2u. എൻ്റെ ഇവിടെ ലീവ് ചെയ്ത് പോകുന്നത് ഏതായിരുന്നു? 2u ആയിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് ഇതിനെ മാറ്റി എഴുതാം അല്ലേ. എന്താ മാറ്റി എഴുതാം? ഇതങ്ങനെ തന്നെയാണ്. ഇൻറ്റഗ്രൽ 0 to 1 ഇൻറ്റഗ്രൽ 0 to 1 - x റൂട്ട് ഓഫ് x + y ഇൻറ്റു y - 2x ഹോൾ സ്ക്വയർ dy dx എന്ന് പറയുന്നുണ്ട്. അതിൽ ഇതിന് നമ്മൾ എന്താ കൊടുത്തിരുന്നത്? യു എന്ന് കൊടുത്തിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ യുവും ഇവിടെ എന്തായിട്ട് വി ആയിട്ട് മാറും. സോ അതെന്തായിട്ട് മാറും? √u ഇൻറ്റു വി സ്ക്വയർ എന്ന് വരും. മോഡ് ജാക്കോബിയനോ യു വി ഡി വി. പിന്നെ നമ്മൾ വിൻ്റെ ലിമിറ്റ് എവിടെ നിന്ന് മുതൽ എവിടെ വരെയാണ്? -2u മുതൽ യു വരെയാണ്. സോ ഫസ്റ്റ് ഡി വി എന്ന് എഴുതി നമ്മൾ. പിന്നെ നമ്മൾ പറയുന്നത് ഇൻറ്റഗ്രൽ യു = 0 to 1. ഓക്കെ, അപ്പോൾ അതെന്തായിട്ട് മാറി? നമുക്ക് യു ഇൻറ്റഗ്രൽ അതായത് ഡി യു ആ ലിമിറ്റ് കൊടുത്തു. ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. ജാക്കോബിയൻ ഓഫ് യു വി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 1/3. സോ 1/3 നമ്മളിവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ഇൻറ്റഗ്രലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻറ്റഗ്രൽ ചെയ്യുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് വിയിലാണ് ചെയ്യുന്നത്. സോ 1/3 എന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻറ്റിൻ്റെ പ്ലേസിലാണ് വർക്ക് ചെയ്യണത്. സോ ഞാൻ അതിനെ പുറത്തേക്ക് എടുക്കുകയാണ്. സോ 1/3 ഇൻറ്റു √u. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? വി സ്ക്വയറിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് v³ / 3 വരും. വിത്തിൻ ദ ലിമിറ്റ് കൊടുക്കുക -2u to u എന്ന് പറയണേ. അപ്പം നമുക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും √u / 3 ഇൻറ്റു നമ്മൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക ചോദിച്ചു കഴിഞ്ഞാൽ u³ / 3 -2u ഹോൾ ക്യൂബ് എന്ന് വരുമ്പോൾ നമുക്ക് അതിന് എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ -8u³ / 3 എന്ന് വരും. ഈ മൈനസ് കൂടി നമുക്ക് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ദെൻ ഓക്കെ, ഇനി നമ്മളിതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 9u³ / 3 എന്ന് വരും. അപ്പോൾ ആ ഒരു 3യും 3 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 3u³ എന്ന് നമുക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു പുറത്തൊരു 3 ഉണ്ട്. ആ 3 കൂടി നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് പോവും. ദെൻ നമുക്ക് അവിടെ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? √u ഇൻറ്റു നമുക്ക് ബാക്കി ഇത്രയേ ഉണ്ടാവുള്ളൂ √u ഇൻറ്റു u³ എന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ √u ഇൻറ്റു u³ എന്നല്ലേ പറഞ്ഞത്. ഇതിനെ നമുക്ക് u⁻1/2 ഇൻറ്റു
യു പവർ 3 എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു യു പവർ 1/2 പ്ലസ് 3 എന്ന് പറയും, വിച്ച് ഈസ് ഈക്വൽ ടു യു പവർ 7/2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായിട്ട് മാറും, അത്രയും നമുക്ക് എന്ത് കിട്ടും, യു പവർ 7/2 എന്ന് കിട്ടും. സോ ഇനി നമുക്ക് ബാക്കി വിത്ത് റെസ്പെക്ട് യുവിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 യുവിൻ്റെ ലിമിറ്റ് ആയിരുന്നു, ബാക്കി യു പവർ 7/2 ഇൻറ്റു ഡി യു എന്ന് പറയുന്നത്. സോ നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, യു പവർ 7/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 7/2 പ്ലസ് 1 എന്ന് വരും. സോ നമുക്കത് എന്തായിട്ട് മാറും, യു പവർ 9/2 ഡിവൈഡഡ് ബൈ 9/2 വിത്തിൻ ദ ലിമിറ്റ് 0 to 1. ഇപ്പോൾ 0 to 1 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 1/9/2 മൈനസ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 0, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ദർ ഇസ് 2/9 എന്ന് നമുക്ക് കിട്ടും. സോ അതായിരുന്നു നമ്മുടെ ഇവിടെ ആൻസർ ഉണ്ടായിരുന്നത് 2/9 എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ബാക്കി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുന്ന ഭാഗങ്ങളിൽ, അതിൻ്റെ റീജിയൻ വരയ്ക്കുന്ന ഭാഗങ്ങളിൽ അവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ഉണ്ടാവുക. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കും.